ഞാൻ ജിമ്മിലെ മറ്റവൻ്റെക്ക് സംസാരിച്ചായിരുന്നു കേട്ടാ. അവൻ ചിലപ്പോൾ ചെയ്യത്തില്ല ചിലപ്പോൾ അല്ല. അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്ത് 30 ദിവസത്തെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ തന്നെ ചെയ്യുമെന്ന്. വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, അല്ല ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞില്ലായിരുന്നു ഒരുത്തന് ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഞാൻ പൈസ സ്പോൺസർ ചെയ്യാമെന്ന്. അതെന്തായാലും നമ്മൾ ചെയ്യും. അതിൻ്റെ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കും വേണ്ടി ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യട്ടെ. അത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര യാഥാർത്ഥ്യത്തിൽ ഞാനത് ആക്കണം താല്പര്യമുണ്ട്. കുറച്ച് മെനക്കേടായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പൈസ വന്നു കേട്ട് എനിക്ക് എൻ്റെ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ കാര്യം വരുമ്പോൾ എൻ്റെ പൈസ ഇല്ല, അതാണൊരു കുഴപ്പം. എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ മാസം 23 അപ്പോൾ എനിക്ക് പൈസ സെറ്റാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അച്ഛൻ വരുന്നില്ല കടയിൽ നിന്ന്. ഇവനെവിടെ നിന്ന് ചാടി വന്നു? അച്ഛൻ നോക്കിയിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അച്ഛൻ വേറെ എവിടെ പോവാണ്? അച്ഛൻ്റെ നിനക്ക് വേണ്ടി ആഹാരം കൊണ്ടുവരുന്നത് കണ്ട ഇവിടെ ഫുഡ് ഇവിടെയാ. ഇവരുടെ മൂക്കൊക്കെ ഒടുക്കത്തെയാണെന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ മണമൊക്കെ പൊട്ടന്മാരാണെന്ന് തോന്നുന്നു. അച്ഛൻ എങ്ങോട്ട് പോവാ? ക്യാൻറ്റീനില്? അല്ല ഞാൻ വരാം. എന്നെ വിളിക്കും. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഡിഫൻസ് ആൾക്കാരകത്തോട്ട് പോകും. ഞാൻ ഇപ്പോൾ വലുതായ കൊണ്ട് എന്നെ എനിക്ക് പറഞ്ഞ് കയറാം. പക്ഷെ അല്ലെങ്കിൽ അവർ വലുതായിട്ട് കയറ്റത്തില്ല. കാടുള്ളവരെയൊക്കെ കയറ്റുന്നത്. ഒന്നെങ്കിൽ പോകാൻ വലിയ താല്പര്യമില്ല. എന്നാലും നമുക്ക് പോയിട്ട് വരാം. നിങ്ങൾ അന്ന് ഡിഫൻസ് ക്യാൻറ്റീനെ കാണിച്ച് തരാം. അതിന് പുറത്തുനിന്ന് അകത്തുനിന്നല്ല. എന്ത് മേടിക്കാൻ പോവാ? ലിക്കറാ? അച്ഛൻ പട്ടാളത്തിൻ്റെ കോട്ട മേടിക്കാൻ പോവുകയാണ്. എനിക്ക് വലിയ പണിയില്ല അവിടെ. എന്നാലും മേടിച്ചിട്ടുണ്ടോ എവിടെ നിൽക്കുക? ആക്കുളച്ചൻ വെച്ചൻ. അപ്പോൾ അച്ഛൻ പോകുന്നു. ഇതാണ് ക്യാൻറ്റീൻ. റേഷൻ കാര്യം എഴുതിയിരിക്കുന്നു. ഇത്ര വട്ടം തന്നെ തിരിച്ചു വന്നു. 6-ാം തീയതി കഴിഞ്ഞു. ഞാൻ മേടിച്ചില്ല. അത് ഞാൻ വലിയ വീഡിയോ ഉണ്ട്. അതിന്റെ വലിയ വീഡിയോ ആ ചാനലിൽ തന്നെ ഉണ്ട്. നീ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ലിക്കർ ഏകദേശം 3 ദിവസം കഴിഞ്ഞിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ വീട്ടിലെത്തി. വരുന്ന വഴി ഞാൻ ഒന്ന് ട്രിമ്മും ചെയ്യിപ്പിച്ചു. അങ്ങനെ കൊള്ളാമല്ലേ? കുഴപ്പമില്ല. വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റഡ് കാണുന്നില്ല. അത് വഴി വെച്ച് പോയതാണോ രാവിലെ തൊട്ട് പോയി കിടക്കുവാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും ഇതിപ്പോൾ ഒരെണ്ണം എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇല്ലാത്തതുകൊണ്ട് പോയൊരെണ്ണം മേടിക്കണം. ഞാനിത് മേടിച്ചിട്ടില്ലെങ്കിൽ അടഞ്ഞു പോവും. ഞാനിത് കുത്തിച്ചത് കുറച്ച് പേർക്ക് അറിയാമായിരിക്കും. ഞാൻ ബാംഗ്ലൂർ വെച്ചൊരു സൂചി ഇങ്ങനെ തള്ളിക്കയറ്റുമായിരുന്നു. അപ്പോൾ ഗണ്ണ് വെച്ചല്ലേ ചെയ്തത്. അപ്പോൾ ആ തലവേദന എനിക്ക് ഓർമ്മയാണ്. അതുകൊണ്ട് എനിക്ക് പിന്നെയും ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമുക്ക് പോയി ഒരു സ്റ്റഡ് മേടിച്ചിട്ട് വരാം. കേട്ടോ ഒന്ന് കേട്ടോ വാ. ആക്കടെ സ്റ്റഡുണ്ടോ? സ്റ്റഡ് ചോദിക്കേണ്ടി വരും. എൻ്റെ ചെവിക്ക് പറ്റുന്നിറണം. ഏതെടുക്കും? ഞാൻ കിളങ്ങുന്ന പോലെ എടുക്കണോ? ഈ എടുക്കൊക്കെ അയക്കുക. ഇത് ആണുങ്ങൾക്ക് ഇടുന്നതാണ്. എല്ലാവരും കൊണ്ടുപോകും. ഏതപ്പോൾ ഞാൻ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇട്ടില്ലെങ്കിൽ പിന്നെ ഈ വെറുതെ ഊട്ടി അടഞ്ഞു പോയിട്ട് പിന്നെ ഗണ്ണൊന്നും അടിക്കാൻ പറ്റത്തില്ല. ഞാൻ ബാക്കിയുള്ളതൊക്കെ ഒരു ഗേളിഷ് ടച്ച് ഉണ്ട്. എനിക്ക് താല്പര്യമില്ല. അവൻ പറയുന്നത് നാളത്തേക്ക് സാധനം വരുമെന്ന്. വന്നു കഴിഞ്ഞിട്ട് ഞാൻ വന്ന് മേടിക്കും. നാളത്തേക്ക് സാധനം വരുമോ? കൺഫേം. ഈ സെയിം സാധനം തന്നെ വരുമോ? യൂണിസെക്സ് അല്ലെങ്കിൽ കുറച്ച് മെയിലായിട്ടുള്ള ജെൻസിനെ കൊണ്ടുവരും. അയ്യോ, ഒരു തെറ്റി പറ്റിപ്പോയി മോനെ. രാവിലെ തൊട്ടേ നേരെ ആഹാരം കഴിച്ചിട്ടില്ല, അറിയാമോ? അപ്പോൾ ചോറൊന്നും എനിക്ക് കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ചിക്കൻ കഴിക്കാം. അത് ഞാൻ ഇത്രയും ലേറ്റ് ആയിട്ട് ഇപ്പോൾ അരമണിക്കൂർ മുമ്പേ ചിക്കൻ മേടിച്ച് ഞാൻ കടയിൽ നിന്ന് പോയി കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി മേടിച്ച് കഴിച്ചതും ആദ്യത്തെ കാര്യം എനിക്ക് പുറത്തുനിന്നുള്ള ചിക്കൻ ഒട്ടും ഇഷ്ടമല്ല. കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി? ഇനി സാറിന് 2-3 മണിക്കൂറിന് മുമ്പേ കഴിക്കുക ജിമ്മിനകത്ത്. എൻ്റെ ആഹാരമാണ്. അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി ഛർദ്ദിക്കുമല്ലോ വെയിറ്റ് നോക്കാൻ എടുത്ത്. ഇപ്പോൾ അരമണിക്കൂറേ ജിമ്മിന് സമയമുള്ളൂ. അതിന് മുമ്പ് ഇത്രയും കയറി കഴിക്കുകയും ചെയ്ത്. അപ്പം ഇനി ഞാൻ ജിമ്മിൽ പോയി ചിലപ്പോൾ ഛർദ്ദിക്കും. എന്തായാലും ഞാൻ കുറച്ചു നേരം കിടന്നു നോക്കാം. അരമണിക്കൂർ മാറുമായിരിക്കും. അരമണിക്കൂർ ഇനി ഫുഡ് ഡൈജസ്റ്റ് ആവുക ഇല്ലല്ലേ? ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു മറ്റേ ആ ഡയറ്റിനെ കുറിച്ച്. 1 മാസത്തെ ട്രാൻസ്ഫോർമേഷൻ എൻ്റെ. അത് ഇന്ന് വൈകുന്നേരം കൂടിയോ നോക്കട്ടെ. പിന്നെ ഇങ്ങനത്തെ ആഹാരം ഒന്നുമില്ല. പിന്നെ പ്രോപ്പർ ആഹാരം 1 മാസം ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. എന്തായാലും ഇന്ന് രാത്രി ഒന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഇന്ന് രാത്രിയും ചിന്തിച്ച് നാളത്തേക്കാണ് മറ്റന്നാളത്തേക്ക് ചെയ്യണമെന്ന് ഒരു ദൃഢനിശ്ചയമാക്കട്ടെ. ഞാൻ കിടന്നില്ല. എന്തായാലും ഞാൻ പോവുക. വയറിന് എന്തോ കണക്ക്. എന്തായാലും പറ്റാമാത്രം ചെയ്യാം. ഫുള്ളും ചെയ്യാനുള്ള താല്പര്യം. ആരും പറ്റാമാത്രം ചെയ്യാം. അവൻ ചിലപ്പോൾ കാണും. അവൻ്റെ ചോദിക്കട്ടെ അവൻ ആ ചാലഞ്ച് റെഡിയാണെങ്കിൽ അവൻ്റെ ഫുഡ് ഞാൻ സ്പോൺസർ ചെയ്യും.
നിങ്ങൾക്ക് എന്ത് തോന്നി എക്സസൈസ് കംപ്ലീറ്റ് ചെയ്താ? ഇത്രയും കാലമായിട്ട് എന്നെ കാണുമല്ലേ? ഉറപ്പില്ലേ? ആ ചെയ്തില്ലേ? ചുമ്മാ പറയുവാടേ, ചെയ്ത് എന്താ വിശ്വാസം ഇല്ലേ? എന്താ വിശ്വാസം ഇല്ലേ? എടേ ഇന്നേ അങ്ങനെ പറയാടേ, ഞാൻ സത്യം പറയത്തുള്ളൂ. ഞാൻ ജിമ്മിലെ മറ്റവൻ്റെക്ക് സംസാരിച്ചായിരുന്നു കേട്ടാ. അവൻ ചിലപ്പോൾ ചെയ്യത്തില്ല ചിലപ്പോൾ അല്ല എന്ന് വെച്ചാൽ അവൻ ഓൾറെഡി കുറച്ച് ശരീരം ഉള്ളതുകൊണ്ട് 1 മാസത്തേക്ക് വലിയ പ്രോഗ്രസ് ഒന്നും വരത്തില്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് അവന് ചെയ്യണമെന്ന് അവൻ പറയുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഈ ഗേറ്റ് അടയ്ക്കാം. അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്ത് 30 ദിവസത്തെ ട്രാൻസ്ഫോർമേഷൻ ഞാൻ തന്നെ ചെയ്യുമെന്ന്. അപ്പം ഒന്ന് ഡയറ്റ് ഒന്ന് സെറ്റ് ആക്കണം. അപ്പം നാളെ മറ്റന്നാൾ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ എങ്ങനെ വീഡിയോ എടുക്കണം, ഒരു ലോങ് വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ എടുക്കണം. അപ്പോൾ എങ്ങനെ എടുക്കേണ്ടതെന്നും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഞാൻ പിന്നെയും 10-11 മണിയായപ്പോൾ ഗെയിം കളിക്കാൻ വേണ്ടി പോകാൻ പോവാണ്. ഗെയിം കളിക്കാൻ വേണ്ടി ഞാൻ പോവും. പിന്നെ അമ്മയ്ക്ക് അപ്പം തന്നെ കീബോർഡിൻ്റെ ഒച്ച കേട്ടാലും അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചാലും, ഞാൻ ആർക്കെങ്കിലും ഗെയിമിനകത്ത് സംസാരിച്ചാലും അപ്പോൾ അമ്മ കലിപ്പ് കയറി എൻ്റെ തലയ്ക്കായിരിക്കും. പിന്നെ ഞാൻ സ്ട്രീം ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല, സ്ട്രീം അല്ല വെറുതെ കളിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് അപ്പം അമ്മ ഇപ്പം കിടന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കളിക്കാൻ പറ്റും നോക്കട്ടെ. നാളെ മറ്റന്നാൾ ഏത് വീഡിയോ ഉണ്ടാക്കണം അതും ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്റർനെറ്റ് പോയെൻ്റെ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്ത് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്.